ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കണ്ട ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, പച്ചമുളക്, മല്ലിയില ഇതൊക്കെ കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് പച്ച മസാലയും കൂടെ എടുക്കുന്നുണ്ട് നമ്മൾ. പിന്നെ അതിനായിട്ട് ഒരടി കട്ടിയുള്ള പാനിൽ കുറച്ച് ഒരു 2 to 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ നോർമലി ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ കാഷ്യൂം റൈസിൻസൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് തന്നെ അതേ പാനിലോട്ട് തന്നെ നമ്മുടെ എടുത്തു വെച്ച പച്ചമസാല ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് നമ്മൾ ചതച്ച് വെച്ച ആ ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, പച്ചമുളക്, മല്ലിയില പേസ്റ്റല്ല ആ ക്രഷ് ചെയ്ത് വെച്ച അത് ആഡ് ചെയ്ത് അതൊന്ന് നന്നായിട്ട് സോട്ടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാരറ്റ് ആഡ് ചെയ്യാം. ഓക്കെ, ക്യാരറ്റ് ആഡ് ചെയ്ത് സോട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ടത് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഒരു ഹാഫ് തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്ത് കഴിയുമ്പം അതിലേക്ക് ഒരു ടീസ്പൂൺ ടു 1.5 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരു 3 മുട്ട, ഞാൻ കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്, 3 കോഴിമുട്ട കൂടെ ചേർത്തിട്ട് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്യുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസ്, ഞാനിവിടെ നമ്മുടെ ജീരകശാല റൈസാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഏത് റൈസും യൂസ് ചെയ്യാം, നമ്മുടെ സാധാ റൈസ് ആയാലും കുഴപ്പമില്ല. ഞാൻ ജീരകശാല റൈസാണ് കുക്ക് ചെയ്ത് വെച്ചിട്ട് അതാണ് ആഡ് ചെയ്തത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് മല്ലിയിലയും പിന്നെ നമ്മൾ എടുത്ത് വെച്ച ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ റൈസിനും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു പിഞ്ച് ഓഫ് ഗരം മസാലയും സ്പ്രെഡ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. മീൻസ് ദമ്മിടുക, നമ്മൾ നോർമലി ദമ്മിടില്ലേ അതേപോലെ കൈൻഡ് ഓഫ് ദമ്മിട്ടിട്ട് ഒരു 10 to 20 മിനിറ്റ്സ് അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടെടുക്കുക. ഇറ്റ്സ് റിയലി യം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.